കൃത്രിമ ഉപഗ്രഹങ്ങൾ രണ്ട് തരമുണ്ട്. ഭൂസ്ഥിരവും സൗരസ്ഥിരവും. അത് നമ്മൾ നോക്കിയ ഭൂസ്ഥിരത്തിൻ്റെ പോയിന്റ് നമ്മൾ നോക്കിയതാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളുടെ പോയിന്റിൻ്റെ കാര്യമാണ്. അപ്പോൾ ഈ സൗരസ്ഥിരം എന്ന് പറയുമ്പോൾ ഈ പോൾസിലെ നോർത്ത് പോൾ, സൗത്ത് പോൾ, അപ്പോൾ ഇതിന് ചുറ്റും ഇങ്ങനെയാണ് സാറ്റലൈറ്റ് പോകുന്നത്. ഓക്കെ, ധ്രുവങ്ങൾക്ക് മുകളിലൂടെ ഭൂമിയെ വലയം വയ്ക്കുന്ന കൃത്രിമ ഉപഗ്രഹങ്ങളാണ് സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് നോക്കുമ്പോൾ സഞ്ചാരപഥം ഭൗമ ഉപരിതലത്തിൽ നിന്ന് ഏകദേശം 900 കിലോമീറ്റേഴ്സ് ഉയരത്തിലാണ്. അതായത് അപ്പോൾ ഇത് എർത്തിൻ്റെ സർഫസ് ആണെങ്കിൽ എർത്തിൻ്റെ സർഫസും സാറ്റലൈറ്റും തമ്മിലുള്ള ദൂരം എന്ന് പറയുമ്പോൾ 900 കിലോമീറ്റർ ഉയരമാണ്. അത് കുറവാണ് മറ്റേത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഭൂസ്ഥിരമാണെങ്കിൽ 36,000 കിലോമീറ്ററാണ് വരുന്നത്. അതനുസരിച്ച് നോക്കുമ്പോൾ ഇത് കണ്ട ഈ 900 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ കുറവാണ്. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയെ കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഈ ദൂരെയാണ് ഈ ഫോണിൻ്റെ ക്യാമറ വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കണ്ടോ ഈ ഭൂസ്ഥിരവും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, സൗരസ്ഥിരവും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്, രണ്ടിനോട്ടും കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ അടുത്ത് വരുമ്പോൾ ഓക്കെ, ഞാൻ ഡിസ്റ്റൻസ് ഇങ്ങനെ കുറച്ച് വരുമ്പോൾ ഈ പിക്ചർ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നല്ല അടുപ്പിച്ചാൽ ആ റേഞ്ച് കുറയും. ഈ സെയിം സംഭവം തന്നെയാണ് ഇവിടെയും വരുന്നത്. കണ്ടോ 900 കിലോമീറ്റേഴ്സ് ഡിസ്റ്റൻസ് വന്നപ്പോൾ റേഞ്ച് കുറഞ്ഞത് കണ്ടോ. ഭൂസ്ഥിര ഉപഗ്രഹങ്ങളേക്കാൾ കുറഞ്ഞ നിരീക്ഷണ പരിധിയാണ് ഇതിനുള്ളത്. കൃത്യമായ ഇടവേളകളിൽ പ്രദേശത്തിൻ്റെ ആവർത്തിച്ചുള്ള വിവരശേഖരണം സാധ്യമാകുന്നു. ഇത് നമ്മൾ ചെറിയൊരു കോഡ് പോലെ ഓർത്ത് വെച്ചാൽ മതി. ഇത് സൗരസ്ഥിര ഉപഗ്രഹങ്ങളെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ സൗരം ആ പേരിൽ നിന്ന് സൂര്യൻ എന്ന് കണക്ട് ചെയ്യണം. സൂര്യൻ ആവർത്തിക്കുന്നതാണല്ലോ. ഡെയിലി 12 മണിയാകുമ്പോൾ നട്ടുച്ചയ്ക്ക് നമ്മുടെ തലയുടെ മുകളിൽ സൂര്യൻ വരുന്നുണ്ട്, രാവിലെ 6 മണിക്ക് ഉദിക്കുന്നുണ്ട്, വൈകുന്നേരം അസ്തമിക്കുന്നുണ്ട്, എല്ലാം കറക്റ്റാണ്, ആവർത്തിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ആവർത്തിച്ചുള്ള വിവരശേഖരണം എന്ന് പറയുമ്പോൾ സൗരസ്ഥിര ഉപഗ്രഹം ഒന്ന് കണക്ട് ചെയ്തെടുക്കണം. അടുത്തുള്ള പോയിൻറ്റ്സ് പ്രകൃതി വിഭവങ്ങൾ, ഭൂവിനിയോഗം, ഭൂഗർഭജലം മുതലായവയെക്കുറിച്ചുള്ള വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്നു. വിദൂര സംവേദനത്തിന് മുഖ്യമായും ഈ ഉപഗ്രഹങ്ങളെ പ്രയോജനപ്പെടുത്തുന്നു. വിദൂര സംവേദനം, അവിടെ ഒരു ഉണ്ട്, അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്ത് വിദൂര സംവേദനം എന്ന് പഠിക്കണം. അപ്പോൾ സൗരസ്ഥിരം, വിദൂര സംവേദനം. മറ്റേതായിട്ട് കൺഫ്യൂഷനായി പോകണ്ട. നമ്മൾ ഭൂസ്ഥിരത്തിൽ എന്തോന്നാണ് പറഞ്ഞത്, ഒരു കഥയാണ് പറഞ്ഞത്. രണ്ടുപേര് പേരലായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവർ തമ്മിൽ എന്തൊക്കെയാണ് ന്യൂസ് എന്നുള്ള കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇന്ന് മഴ പെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പേരലായിട്ട് രണ്ടുപേര് പോയത് നമ്മൾ പഠിച്ച ഏതിലാണ്, ഭൂസ്ഥിര ഉപഗ്രഹങ്ങളുടെ കാര്യത്തിലാണ്. അപ്പോൾ അവിടെ വരുന്നത് വാർത്താവിനിമയവും ദിനാന്തരീക്ഷ സ്ഥിതിയുടെ കാര്യമാണ് അവിടെ വരുന്നത്. ഓക്കെ, അത് നമ്മൾ കൺഫ്യൂഷനായി പോകണ്ട. അടുത്ത് ഇതിന് എക്സാമ്പിൾ IRSഉം ലാൻഡ്സേറ്റും ഒക്കെയാണ്. ഏതിന് എക്സാമ്പിൾ, സൗരസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് എക്സാമ്പിൾ. അതെങ്ങനെ നോക്കണം, സൗരസ്ഥിരം അവിടെ എസ് വെച്ച് നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്ത് പഠിക്കണം. അപ്പോൾ വിദൂര സംവേദനത്തിന് യൂസ് ചെയ്യും. അതുപോലെ എക്സാമ്പിൾ എന്ന് പറയുമ്പം IRSഉം ലാൻഡ്സേറ്റും. IRSഉം